ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ നയനയുടെയും ആദർശിൻ്റെയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം കേട്ടോ. അങ്ങനെ നയന ഇങ്ങനെ കിടക്കാണ്, വയ്യായിക അഭിനയിച്ച് തൻ്റെ അമ്മായിയമ്മയുടെ കള്ളത്തരം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആ സ്നേഹം സത്യമാണോ എന്നറിയാൻ. അങ്ങനെ നമ്മുടെ ദേവയാനി ചായയൊക്കെ ആയിട്ട് വരികയാണ്. ദേവയാനി വന്ന് നിൽക്കുന്നത് അറിഞ്ഞ് പതുക്കെ എഴുന്നേക്കാണ് നയന. എങ്ങനെയുണ്ട് നിനക്ക്, എന്ത് പറ്റി നിനക്ക് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ചെറിയൊരു തലവേദന, വേറെ കുഴപ്പമൊന്നുമില്ല, എന്നാ ഇത് കുടിക്ക്. അയ്യോ ഇതൊന്നും വേണ്ടായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് അവൾ എഴുന്നേറ്റ് ചായ വാങ്ങിക്കുക. അതെ, ഇത് മസാല ചായ, നിനക്ക് വേണ്ടിയിട്ട് ഇട്ടതൊന്നും അല്ല. അതെ, ആദർശന് മസാല ചായ വേണമെന്ന് പറഞ്ഞു, അവന് കൊടുത്തതിൻ്റെ ബാക്കിയാണ്. പിന്നെ അല്ലെങ്കിൽ തന്നെ ഇന്നത്തെയൊക്കെ രോഗങ്ങൾ മസാല ചായ കുടിച്ചാൽ മാറുന്നതാണോ? നിനക്ക് എന്തെങ്കിലും അവസരമുണ്ടെങ്കിൽ നീ ആദർശിൻ്റെ കൊടുത്ത് ഹോസ്പിറ്റലിലേക്ക് പോ, അതിന് അത്രയ്ക്ക് കുഴപ്പമൊന്നുമില്ല. നിനക്കിഷ്ടമുണ്ടെങ്കിൽ നീ പോ, ഇങ്ങനെ വെച്ചോണ്ടിരുന്നിട്ട് എന്താ കാര്യം? പോകാതിരുന്ന അസുഖം കൂടിയാണ് എൻ്റെ വീട്ടുകാർ ഇവിടെയുള്ളവരെ അല്ലേ വിമർശിക്കുക. കെട്ടിച്ച് വിട്ടിട്ട് നിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പോലും ആളില്ലാന്ന് നിൻ്റെ അച്ഛനമ്മമാർ പറയില്ലേ? ഒരിക്കലും എൻ്റെ അച്ഛനമ്മമാർ അങ്ങനെയൊന്നും പറയില്ല. എനിക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ ആദർശേട്ടൻ എന്നെ കൊണ്ടുപോകുന്ന അവർക്ക് നന്നായിട്ട് അറിയാം. നിനക്കെന്താ ഇത്ര വാശി? ആദർശ് ഇവിടെ ഉണ്ടല്ലോ, എന്നാൽ പിന്നെ നിനക്കൊന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് പെട്ടെന്ന് തിരിച്ചു വന്നുകൂടെ? നീ എന്താ ഈ വാശി പിടിക്കുന്നത് എന്നൊക്കെ ദേവയാനി ചോദിക്കുകയാണ്. അപ്പോൾ നയന പറഞ്ഞു, എനിക്ക് ഹോസ്പിറ്റലിനൊക്കെ പേടിയാ. എനിക്കും അങ്ങനെ ആയിരുന്നു. എന്നിട്ട് എത്ര നാൾ ഞാൻ ആശുപത്രി കിടന്നു. അപ്പോൾ എന്തായാലും കുറച്ചുകൂടെ നോക്കട്ടെ, ഞാൻ നല്ല തളർച്ച തോന്നുവാണെങ്കിൽ ഞാൻ പൊക്കോളാം. അതെ, നാളെ എഴുന്നേൽക്കുമ്പോൾ തല പൊക്കാൻ പറ്റിയെന്ന് വരില്ല. ഇപ്പോഴത്തെ പനിയൊക്കെ അങ്ങനെയാ. എനിക്ക് ഇടയ്ക്ക് തലവേദനയൊക്കെ വരാറുള്ളതാ. എന്നാൽ പിന്നെ നീ ഉറപ്പായിട്ടും ഡോക്ടറെ കാണിച്ചേ പറ്റുള്ളൂ. തലവേദന എന്ന് പറയുന്നത് പല അസുഖത്തിൻ്റെയും തുടക്കമാണ്. എനിക്കൊന്നുമില്ല അമ്മേ എന്ന് പറഞ്ഞപ്പോൾ, എന്നാൽ പിന്നെ എനിക്കെന്താ കുഴപ്പം, ഞാൻ പറഞ്ഞതേ ഉള്ളൂ, വാശി പിടിച്ചോണ്ടിരുന്നോ അവിടെ എന്നും പറഞ്ഞ് ദേവയാനി അങ്ങ് പോവാണ്. ദേവയാനി പതുക്കെ കുറച്ച് ദൂരം അങ്ങോട്ട് ചെന്നിട്ട് തിരിഞ്ഞ് നിന്ന് കുറച്ച് നേരം അവിടെ സങ്കടത്തോടെ ഇങ്ങനെ നോക്കുകയാണ്. അത് നയനെ കാണുകയും ചെയ്തു. നയന ആകാംക്ഷയോട് കൂടി ദേവയാനിയുടെ ആ ഒരു സ്വഭാവവും പെരുമാറ്റമൊക്കെ ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. അതിനുശേഷം ദേവയാനി ചെന്നു. താൻ പറഞ്ഞിട്ട് നയനെ കേൾക്കുന്നില്ല. പക്ഷേ നയനെ ഇങ്ങനെ ഹോസ്പിറ്റലിൽ പോകാതിരുന്നേ ശരിയാവില്ലല്ലോ. അപ്പോൾ മുത്തശ്ശിയുടെ അരികിൽ വന്നിട്ട് പറയുകയാണ്, അതെ, അസുഖം വരുമ്പോൾ ത്യാഗം ചെയ്യരുതെന്ന് കൊച്ചുമോൻ്റെ ഭാര്യയോടൊന്ന് പറയണം കേട്ടോ അമ്മ. അപ്പോൾ എന്തു പറ്റി? അവൾക്ക് സുഖമില്ല എന്ന് പറയുന്നത് കേട്ടു. അവൾക്ക് എന്താ പറ്റിയേ? അവൾക്ക് ചെറിയ തലവേദനയുണ്ട് എന്ന്. അങ്ങനെ നിസ്സാരമായൊരു തലവേദനയാണെങ്കിൽ അവൾ ഒരിക്കലും കിടക്കാറൊന്നും ഇല്ലല്ലോ, ഓഫീസിലേക്ക് വരാതിരിക്കില്ല എന്നും ആദർശ് പറയുന്നത് കേട്ടു. സീരിയസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്നറിയില്ല. അമ്മ അവളോട് ചെന്നൊന്ന് സംസാരിച്ച് നോക്കിക്കേ. ഞാൻ ആദർശിനോട് പറയാം അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായിട്ട്. ഇവിടേക്ക് അവളെ കൂട്ടിക്കൊണ്ട് വന്നത് ഞാനാ. അതുകൊണ്ട് അവൾക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്യസമയത്ത് ചികിത്സ കിട്ടിയില്ലെങ്കിൽ അതിൻ്റെ പേരിൽ എന്നെ കുറ്റപ്പെടുത്തും അവളുടെ വീട്ടുകാർ. അപ്പോൾ അതൊന്നും അല്ല ഇവിടെ കാര്യം. മോൾക്കെങ്കിലും എന്തെങ്കിലും വയ്യായിക വന്നാൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, അത് ആദർശിൻ്റെ കടമയാ എന്ന് അച്ഛമ്മ പറഞ്ഞു കേട്ടോ. അതെ, അവൾ അഹങ്കാരിയാണ്. അവൾ ഹോസ്പിറ്റലിൽ പോകണില്ല എന്ന് മോനോട് പറഞ്ഞു കാണും. അപ്പോൾ മുത്തശ്ശി പറഞ്ഞു, അതെ, ആദർശിന് നിനക്കും നയനയ്ക്കും എന്തെങ്കിലും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോകാതിരിക്കത്തൊന്നും ഇല്ലല്ലോ, രണ്ടുപേരെയും കൊണ്ടുപോകാതിരിക്കുമോ? ഇല്ലല്ലോ എന്നൊക്കെ മുത്തശ്ശി ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ദേവയാനി പറഞ്ഞു, എനിക്ക് അസ്വസ്ഥത വന്നാൽ ഞാൻ പോകാറില്ലേ, കാരണം ഞാൻ ഓപ്പറേഷൻ കഴിഞ്ഞ് നിൽക്കുന്ന ആളല്ലേ. പെട്ടെന്ന് മുത്തശ്ശി പറഞ്ഞു, മോളും അങ്ങനെ തന്നെയാണല്ലോ. അപ്പോൾ അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞത്? അവൾക്ക് എന്താ ഓപ്പറേഷൻ കഴിഞ്ഞത്? അവൾക്ക് എന്തെങ്കിലും ഓപ്പറേഷൻ നടന്നോ? അല്ല, ഓപ്പറേഷൻ നടന്നില്ല. ആർക്ക് അസുഖം വന്നാലും നമ്മൾ അനാസ്ഥ കാണിക്കാൻ പാടില്ലല്ലോ, അതാ ഞാൻ ഉദ്ദേശിച്ചത്. ദേവയാനി മനസ്സിൽ ഊറിച്ചിരിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അറിയാം, മനസ്സിലിങ്ങനെ ഓർക്കുക. അവൾക്ക് വയ്യാണ്ട് വന്നാൽ സാധാരണ ആദർശ് കൊണ്ടുപോകുന്നതാണല്ലോ. അവളുടെ കാര്യങ്ങളൊക്കെ നമ്മളെയൊക്കെ കൂടുതൽ അറിയുന്ന ആദർശിനാണല്ലോ. എന്തായാലും ഞാൻ അവൾക്ക് മസാല ചായ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. മാറിയില്ലെങ്കിൽ അമ്മയൊന്ന് സംസാരിച്ചേരെ. ഹോസ്പിറ്റലിൽ പോകാൻ മടി കാണിക്കുവാണെങ്കിൽ നല്ല കഷായം ഉണ്ടാക്കി കൊടുക്കണം, അതൊക്കെ കൊടുക്കുക, ഒന്ന് കുടിപ്പിച്ചാൽ മതിയായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് ദേവയാനി അങ്ങ് പോവാണ്. എന്തായാലും നന്ദുവിൻ്റെ കൂട്ടുകാർക്ക് ഭയങ്കര സങ്കടം. കാരണം നന്ദു ട്രെയിനിങ്ങിനൊക്കെ പോയിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവരുടെ കൂടെ കൂടാനൊന്നും പറ്റത്തില്ലല്ലോ എന്നാണ് ഇവർ പറയുന്നത്, കൂട്ടുകാരന്മാർ പറയുന്നത്. വരുന്ന SI ആയി പോവില്ലേ, അപ്പോൾ പിന്നെ ഞങ്ങളുടെ കൂടെയൊക്കെ ഇരിക്കുന്നത് നിനക്കും മോശപ്പേരല്ലേ, പിന്നെ SI എന്ന മനുഷ്യരൊന്നും അല്ലേ. കാക്കി ദേഹത്ത് കയറിക്കഴിഞ്ഞാൽ മറ്റൊരാളാകുന്ന പോലീസുകാരുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെ ആയിരിക്കില്ല, നിയമം വിട്ടൊന്നും ചെയ്യത്തില്ല. നീയൊക്കെ തെറ്റ് ചെയ്താലും ഞാൻ ലോക്കപ്പ് കൊണ്ടുപോയി ചാർജ് ചെയ്യും, അതിൽ വിട്ടുവീഴ്ചയൊന്നുമില്ല. പക്ഷേ എൻ്റെ ഫ്രണ്ട്സിനെ ഒന്നും ഞാൻ ഒരിക്കലും മറക്കാൻ പോകുന്നില്ല. നമ്മുടെ നല്ല ഇന്നലകൾ എന്നും എൻ്റെ മനസ്സിലുണ്ടാകും. ആ സമയത്താണ് നമ്മുടെ അനി വരുന്നത്. ഇവർ 3 പേരും കൂടെ ഒരു പുഴയോരത്തിരുന്ന് വർത്താനം പറയുമായിരുന്നു. അപ്പോഴാണ് അനി വന്നത്. വന്നല്ലോ, ദേ കാമുകൻ. പിന്നെ ഞങ്ങൾക്ക് വലിയ പ്രസക്തിയില്ല.
അപ്പോഴേക്കും നന്ദു പറഞ്ഞു, എൻ്റെ പൊന്നെ, ഇത്തരം കമൻസ് ഒന്നും വേണ്ട കേട്ടോ, ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് നന്ദു ഇങ്ങനെ പറയാണ്. അപ്പോൾ നീ SI ആയിട്ട് വന്നിട്ട് ഞങ്ങൾ അതൊക്കെ നിർത്താം, കാരണം ഇടി പേടിച്ച് ഇപ്പം ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പറയും, അത് ഞങ്ങളുടെ അവകാശമാണ്, കേട്ടല്ലോ. നീ എത്ര വലിയ പോലീസ് ഓഫീസർ ആകുമ്പോഴും അനിയെ കാണുമ്പോൾ നിൻ്റെ മനസ്സിളകുന്ന എനിക്കറിയാലോ. അനി വന്നു കഴിഞ്ഞപ്പോഴേക്കും കൂട്ടുകാരൻ ചോദിച്ചു, നാളെ നന്ദു പോവുകയാണല്ലോ, അതിനു മുമ്പ് വന്നാണോ കൂട്ടുകാരിയെ കാണാനായിട്ട്? അതുകൊണ്ട് തന്നെയാണ് വന്നത്. എന്നാൽ ഞങ്ങൾ പോവാം. അപ്പോഴേക്കും നിങ്ങളെന്തിനാണ് പോകുന്നത് എന്ന് അനി ചോദിച്ചു കേട്ടോ. അപ്പം അവന്മാർ പറഞ്ഞു, അതെ അത് സാരമില്ല, ഞങ്ങൾ വെള്ളം വൈകുന്നേരം കണ്ടോളാം, നിങ്ങൾ സംസാരിച്ചിരിക്കുന്നേ എന്ന് പറഞ്ഞു കൂട്ടുകാരങ്ങ് മാറിപ്പോയി. എന്തായാലും നന്ദുവും അനിയും കൂടെ അവിടെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുക. അവർക്കൊക്കെ നല്ല സംശയമുണ്ട് അനി നമ്മുടെ കാര്യത്തിൽ, അതാ അവർ മാറിപ്പോയത്. എന്തായാലും അത് മാറ്റാനായിട്ട് നമ്മളിനിയൊന്നും ചെയ്യണ്ട. അനി, നിൻ്റെ നിസ്സഹായാവസ്ഥ കണ്ടിട്ടാണ് ഞാൻ നീയുമായിട്ട് കൂടുതൽ അടുക്കുന്നത്. നിനക്ക് കാണണമെന്ന് പറയുമ്പോഴൊക്കെ നമ്മൾ തമ്മിൽ കാണുന്നതും അതുകൊണ്ട് തന്നെയാണ്. എന്ന് വെച്ച് നിനക്കൊരു ഭാര്യ ഉണ്ടെന്നുള്ള ബോധം എൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ എൻ്റെ പൊന്നു നന്ദു, വെറുതെ നമ്മുടെ നാട്ടിലെ ഈ ഒരു സിസ്റ്റമാണ് നമ്മൾ പൊളിച്ചെടുക്കേണ്ടത്. എനിക്ക് പറ്റുന്നില്ല അവളോടൊപ്പം ജീവിക്കാനായിട്ട്. കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ സൗഹൃദങ്ങൾ കൈവിടണമെന്ന് ആരാ പറഞ്ഞിട്ടുള്ളത്? ഇത് എവിടുത്തെ നിയമമാണ് എന്നൊക്കെ എങ്ങനെ ചോദിക്കുകയാണ്. അപ്പം നന്ദു പറഞ്ഞു, അതൊന്നും എനിക്കറിയില്ല. അപ്പോഴേക്കും അനി പറഞ്ഞു, എൻ്റെ ജീവിതമാണ് ആകെ മാറിപ്പോയത്. അപ്പം നന്ദു പറഞ്ഞു, മാറ്റമില്ലാത്ത 2 കുടുംബമാണ് എൻ്റെയും നിൻ്റെയും കുടുംബം, അത് നമ്മൾ ഓർക്കണ്ടേ? ആ ജീവിതം നല്ല ജീവിതമാണെന്ന് നിനക്ക് തോന്നിയിട്ടില്ലേ? അത് തോന്നിയിട്ടുണ്ട്. വീട്ടിലെ കാർന്നോമാരെയും വീട്ടിലെ കാർന്നോമാരെയും അച്ഛനെയും കൊച്ചച്ചന്മാരെയും ചേട്ടന്മാരെയും ഒക്കെ അനുസരിച്ച് ജീവിക്കുന്നത് നല്ലത് തന്നെയാണ്. അപ്പോൾ നന്ദു പറഞ്ഞു, എൻ്റെ കാര്യം അങ്ങനെ തന്നെയാണ്. എൻ്റെ അച്ഛനും ചേച്ചിമാരുമാണ് എൻ്റെ ലോകം. അവർ പറയുന്നത് കേട്ടാണ് ഞാൻ ജീവിക്കുന്നത്. ആ ലോകത്തേക്ക് എപ്പോഴാണ് നീ കടന്നു വന്നതെന്ന് എനിക്ക് അറിയില്ല. അപ്പോൾ അനി പറഞ്ഞു, എൻ്റെ കാര്യം അങ്ങനെ തന്നെയല്ലേ. അനന്തപുരിയിലെ പയ്യനായതുകൊണ്ട് തന്നെ ഒരുപാട് പെൺസുഹൃത്തുക്കളുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അങ്ങനെ ആരോടും ഒരു താല്പര്യം തോന്നിയിട്ടില്ല. പക്ഷെ നിന്നെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് അതൊക്കെ മാറി മറിഞ്ഞത്. അപ്പോൾ എൻ്റെ കാര്യം അങ്ങനെ തന്നെയാണ് അനി എന്നും പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് 2 പേരും നടന്ന് സംസാരിക്കുക. പെൺകുട്ടികളെക്കാൾ ആൺകുട്ടികളോടായിരുന്നു എനിക്ക് ഫ്രണ്ട്ഷിപ്പ് കൂടുതൽ. പക്ഷേ എൻ്റെ മനസ്സൊരിക്കലും ചാഞ്ചാടിയിട്ടില്ല. അങ്ങനെയുള്ള എനിക്ക് എന്താ പറ്റിയെന്ന് നിൻ്റെ ചേച്ചിമാർ ചോദിച്ചിട്ടുണ്ട്. കാരണം നയനേച്ചി എന്നോട് ചോദിച്ചിട്ടുണ്ട്. കാരണം എൻ്റെ മനസ്സാടിപ്പോയത് നിൻ്റെ മുന്നിൽ മാത്രമാണ്. അതെൻ്റെ ചേച്ചി കണ്ടുപിടിക്കുകയും ചെയ്തു. അപ്പോൾ മനസ്സുകൾ തമ്മിലുള്ള അടുപ്പത്തെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അത് നാം അറിയാതെ തന്നെയല്ലേ. ഒരു പെൺകുട്ടിയുടെ കഴുത്തിൽ താലി കെട്ടിയാലും അവൾ എപ്പോഴെങ്കിലുമൊക്കെ ഭർത്താവിനോട് നീതി കാണിക്കും. പക്ഷേ അനാമിക എന്നെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അതിന് കാരണക്കാരി ഞാനല്ലേ? നമ്മൾ തമ്മിലുള്ള അടുപ്പമല്ലേ അനാമികയെ നിന്ന് അകറ്റുന്നത്? അതൊക്കെ ശരിയാണെന്ന് എനിക്കറിയാം. പക്ഷെ നന്ദു എന്ന പെൺകുട്ടിയുമായിട്ട് എനിക്ക് അടുപ്പമില്ലെങ്കിലും ശരി, ഒരിക്കലും അനാമിക എനിക്ക് നല്ലൊരു ഭാര്യയാവില്ല. അവൾക്ക് വേണ്ടത് സ്വത്തും പണമാണ്. കണ്ണായ സ്ഥലത്ത് കോടികൾ വിലയുള്ള പ്രോപ്പർട്ടി ഞങ്ങളെ കൊണ്ട് കാണിച്ചു. പുതിയൊരു കാറ് വീട്ടിൽ കൊണ്ടിട്ടു മകൾക്ക് കൊടുക്കാനാണെന്ന് പറഞ്ഞു. പക്ഷെ അതൊന്നും എവിടെയാണെന്ന് ആർക്കും അറിയില്ല. മുത്തശ്ശൻ സ്വന്തം വീട്ടിൽ കൊണ്ടിട്ടോളാൻ പറഞ്ഞു. എന്തായാലും ഇപ്പോഴവരുടെ വീട്ടിലും അതില്ല. അവിടെ മാത്രമല്ല, അവളുടെ അച്ഛനും അമ്മയും കള്ളങ്ങളാണോ പറയണമെന്ന് എനിക്ക് സംശയമുണ്ട്. പിന്നെ ബെഡ്റൂമിൽ പുറം തെളിഞ്ഞു കിടക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരാണ് ഞങ്ങൾ. അതിലൊരു മാറ്റവും വരാൻ പോകുന്നില്ല. എങ്ങനെ രക്ഷപ്പെടണമെന്ന് എനിക്കറിയില്ല. എങ്ങനെയും രക്ഷപ്പെടാനെന്ന് പ്രാർത്ഥിച്ച് നടക്കുക ഞാൻ. അപ്പോഴാണ് മറ്റൊരു കാർ അതിലെ വരുന്നത്. നമ്മുടെ അനാമിക തന്നെയാണ്. ഇവരുടെ ഈ സംസാരം കണ്ടുകൊണ്ടിങ്ങനെ കാർ ഒരു സ്ഥലത്ത് മാറി ഇട്ടിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുക. ഇതും കണ്ട് അവൾ വണ്ടി എടുത്തുകൊണ്ട് ദേഷ്യത്തോടെ പോവാണ്. ഇതിനിടയ്ക്ക് നമ്മുടെ അനി നന്ദുവിനൊരു ഗിഫ്റ്റൊക്കെ ആയിട്ടാണ് വന്നത്. ഇനി കുറേ നാൾ കഴിഞ്ഞല്ലേ കാണാൻ പറ്റുള്ളൂ. ഒരു റിങ്ങുമായിട്ടാണ് വന്നത്. വേണ്ട എന്ന് നന്ദു പറയുന്നുണ്ട്. പക്ഷേ അനി അത് എടുത്ത് കയ്യിലിടാനായിട്ട് എടുത്തപ്പോൾ തന്നെ നന്ദുവിൻ്റെ മനസ്സ് മാറി. എന്തായാലും ഇത് നിൻ്റെ വിരലിൽ അണിയിച്ച് തരണമെന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷെ നീ അത് സമ്മതിക്കില്ലെന്ന് എനിക്കറിയാം. നീ വീട്ടിൽ പോയിട്ട് കയ്യിലിട്ടാൽ മതി കേട്ടോ. നീ ഇത് വാങ്ങാതിരുന്നാൽ അതെനിക്ക് വലിയ വിഷമാകും. അത് പിന്നൊരു ഭാരമായിട്ട് എൻ്റെ മനസ്സിൽ തന്നെ കിടക്കുക. നന്ദു, എന്നെ എന്തിനാണ് ഇങ്ങനെ വിഷമിപ്പിക്കുന്നത് എന്നൊക്കെ അനി ഇങ്ങനെ ചോദിക്കുകയാണ്. എന്തായാലും നന്ദുവിനെ അത് വാങ്ങിക്കാതിരിക്കാനായില്ല. അങ്ങനെ അത് വാങ്ങിക്കുക. എടോ, സ്നേഹിക്കുന്നവരുടെ ഹൃദയങ്ങൾ തമ്മിൽ ഒരു വിള്ളലുണ്ടാവും. എൻ്റെ മനസ്സിലതുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അങ്ങനെയൊന്നും പറയല്ലേ അനി എന്ന് നന്ദു പറഞ്ഞപ്പോൾ, പറയാതിരുന്നാലും നമ്മൾ അനുഭവിക്കുന്ന വികാരങ്ങൾ നമുക്കറിയാലോ. നിൻ്റെ മനസ്സിലും അങ്ങനെയൊക്കെ ഇല്ലേ? എനിക്കറിയില്ല, എനിക്ക് പറ്റുന്നില്ല
അപ്പോൾ ഇല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നന്ദുവിന് അനിയുടെ മുഖത്ത് നോക്കാൻ പറ്റുന്നില്ല. ഞാൻ പോവാ എന്നും പറഞ്ഞ് നന്ദു എഴുന്നേറ്റ് പോകാൻ തുടങ്ങുക. നന്ദു എന്നും പറഞ്ഞിട്ട് അവിടെ പിടിച്ചു നിർത്തി. നാളെ ട്രെയിനിലാണോ അതോ കാറിലാണോ പോകുന്നത്? ട്രെയിനിലാണ് പോകുന്നത്. എനിക്ക് രാവിലെ വീട്ടിൽ വരണമെന്നുണ്ട്. അല്ലെങ്കിൽ ഞാൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് വരട്ടെ? ഒന്നും വേണ്ട, ഞാൻ അനിയെ വിളിച്ചോളാം. അല്ലെങ്കിൽ വീഡിയോ കോൾ ചെയ്യാം. പറ്റുവാണെങ്കിൽ മറ്റാരുടെ മുന്നിൽ വെച്ച് അറ്റൻഡ് ചെയ്യരുത് കേട്ടോ. ഇല്ല, എന്തായാലും ഇടയ്ക്ക് നീ വിളിക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞു. ഫ്രീ ആകുമ്പോൾ നീ ഇടയ്ക്ക് നീ വിളിക്കണം, എന്തായാലും ഞാൻ അങ്ങോട്ടേക്ക് വന്നേക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. നന്ദു തിരിഞ്ഞു നോക്കി ഇങ്ങനെ പോവാണ്. ഹൃദയം നുറുങ്ങുന്ന വേദനയുമായിട്ട് അനി ഇങ്ങനെ നിൽപ്പുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ നയന കട്ടിലിൽ ഇങ്ങനെ കിടക്കാണ്. ആദർശ് വന്നു കേട്ടോ. നയനെ എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തുക, നീ പെട്ടെന്ന് റെഡി ആയിക്കുക, നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം. എനിക്ക് കുഴപ്പമൊന്നുമില്ല, എനിക്കെൻ്റെ വീട്ടിലേക്ക് പോകണം. തലവേദനയ്ക്ക് ചികിത്സിക്കുന്ന അവിടെയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതെ, എന്തൊക്കെയോ ദുസ്വപ്നങ്ങൾ കണ്ടു എന്നല്ലേ, അതുകൊണ്ട് അമ്മയായിട്ട് എനിക്ക് അമ്പലത്തിലേക്ക് ഒന്ന് പോകണം. അതിനിടയ്ക്ക് എനിക്ക് വയ്യാതെ വരുവാണെങ്കിൽ അമ്മയായിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ പൊക്കോളാം. വയ്യാതെ വേണ്ട, വീട്ടിലേക്കൊന്നും പോകണ്ടെന്നേ. അതിന് നടന്നല്ലല്ലോ പോകുന്നത്, വെയിൽ താഴ്ന്നിട്ടൊക്കെ അല്ലേ, അതും വണ്ടിയിലല്ലേ പോകുന്നത്, പിന്നെന്താ കുഴപ്പം എന്നൊക്കെ ചോദിക്കുകയാണ്. അതെ, വീട്ടിൽ പോയി റെസ്റ്റ് എടുക്കാനാണെങ്കിൽ ഞാൻ കൊണ്ടുവരാം. അവശത വരുമ്പോൾ സ്വന്തം വീട്ടിൽ പോയി നിൽക്കാനായിരിക്കും എല്ലാ പെൺകുട്ടികൾക്കും ഇഷ്ടം. അത് ഞാനായിട്ട് തടയുന്നില്ല. എന്തായാലും ഡോക്ടറെ കണ്ടിട്ട് പോകാം. എനിക്ക് ഡോക്ടറൊന്നും കാണണ്ട, അമ്മ അച്ഛനും കണ്ടാൽ മതി. അവരെ കണ്ടാൽ നിൻ്റെ രോഗം മാറുമോ? ചിലപ്പോൾ മാറും. അമ്മ തുളസി ഇലയും കുരുമുളക് ഇട്ടൊരു കഷായം ഉണ്ടാക്കി തരുമ്പോൾ തന്നെ എൻ്റെ പല പ്രശ്നങ്ങളും മാറും. അല്ലാതെ ഞാൻ ഇംഗ്ലീഷ് മരുന്നൊന്നും കഴിക്കാറില്ല എന്നാ നയന പറഞ്ഞു. എന്തായാലും ആദർശ് പറഞ്ഞു, അതെ ഞാനൊരു കാര്യം പറയട്ടെ, ഇനി നീ അമ്മയ്ക്ക് കരൾ ദാനം ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സൈഡ് എഫക്റ്റ് ആണോ എന്ന് പറയാൻ പറ്റില്ലല്ലോ, നമുക്കൊന്ന് ഡോക്ടറെ കാണാം. അങ്ങനെയൊന്നും അല്ല, എനിക്ക് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. എന്നാൽ നീ പോയി പെട്ടെന്ന് റെഡിയാവ്, നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല, റെഡിയാവ് പോയി. എന്തായാലും നന്ദു വീട്ടിൽ പോയിട്ട് ആ മോതിരത്തിലേക്ക് തന്നെ നോക്കി അനിയെ നോക്കി ഇങ്ങനെ ഇരിക്കുക. നമ്മളുടെ ഹൃദയങ്ങൾ തമ്മിൽ ഒരുപാട് അടുത്തിട്ടുണ്ട്, എനിക്കത് മനസ്സിലാവുന്നുണ്ട്, എനിക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ കനക നന്ദൂട്ടാന്നും പറഞ്ഞ് കയറി വരുന്നത്. നന്ദൂട്ടാ, നാളെ പോവല്ലേ, എല്ലാം എടുത്തു വെച്ചോ? എന്തെങ്കിലും വാങ്ങിക്കാനുണ്ടെങ്കിൽ അത് വേഗം വാങ്ങിക്കണം. ഞാൻ പുറത്തോട്ട് പോകുന്നുണ്ടമ്മേ. അല്ല, നീ എന്താ കൈ ചുരുട്ടി പിടിച്ചിരിക്കുന്നത്? എൻ്റെ കയ്യിൽ അത് ചെറിയൊരു ഗിഫ്റ്റോ നോക്കട്ടെ എന്ന് പറഞ്ഞ് നോക്കിയപ്പോൾ മോതിരം. അയ്യോ, ഇത് സ്വർണ്ണമാണല്ലോ. ഇതാരാ തന്നത്? അതെൻ്റെ ഫ്രണ്ട്സ് എനിക്ക് തന്നതാ. ആരാകേഷോ? ഈശ്വരാ, സ്വർണത്തിനൊക്കെ തീ പിടിച്ച വിലയാ. ആ സമയത്ത് അവന്മാർക്ക് എന്താ പറ്റിയേ? രണ്ടും ജോലിയില്ലാതെ നടക്കുകയല്ലേ, പിന്നെ എന്തിനാ ഈ കാശ് കളഞ്ഞത്? അപ്പം ഞാൻ പോവല്ലേ, അവരെയൊക്കെ മറക്കാതിരിക്കാൻ വേണ്ടി അവർ തന്നതാ. അവർ തന്നെ തന്നാണല്ലോ അല്ലേ? അതെന്താ അമ്മ അങ്ങനെ ചോദിച്ചേ? ഒന്നുമില്ല, വെറുതെ ചോദിച്ചതാ. മോള് കയ്യിലിട്ട് നോക്കിയോ? ഇല്ല അമ്മേ, എന്നാൽ ഞാൻ ഇട്ട് നോക്കാം എന്നും പറഞ്ഞുകൊണ്ട് നന്ദു അത് മേടിച്ചിട്ട് കാണിക്കുക. ആഹാ, കൊള്ളാലോ, നല്ല മോതിരം. അവന്മാർക്ക് ഇതൊക്കെ നോക്കി മേടിക്കാൻ അറിയാവോ? അതാ ഞാനും ആലോചിച്ചത്. എന്തായാലും നിനക്ക് ഫ്രണ്ട്സ് കുറവാ, ഉള്ളത് ആത്മാർത്ഥതയുള്ള നല്ല ഫ്രണ്ട്സാ എന്നും പറഞ്ഞ് നമ്മുടെ കനക അങ്ങ് പോവാണ്. ആ സമയത്ത് കനക ഇച്ചിരി അങ്ങ് മാറി നിന്നിട്ട് ഇവളെ ശ്രദ്ധിക്കുക. എന്നിട്ട് നന്ദൂട്ടാ, അനിമോനെ നീ പിന്നെ കണ്ടായിരുന്നോ? ഇല്ല. അല്ല, അനിമോൻ ചിലപ്പം ഇതുപോലെയുള്ള സമ്മാനമൊക്കെ ആയിട്ട് വരുമായിരിക്കും. മോള് പോവല്ലേ, മോളതൊന്നും വാങ്ങിക്കരുത് കേട്ടോ. ഇല്ല അമ്മ, ഇല്ല, വാങ്ങിക്കത്തില്ല എന്ന് നന്ദു പറഞ്ഞു. എന്തായാലും കനക അങ്ങ് പോയി. എൻ്റെ പൊന്നെ, അമ്മയും പറ്റിക്കുകയാണല്ലോ എന്നൊക്കെ ഓർത്തൊരു സങ്കടം. പക്ഷേ മോതിരത്തിലേക്ക് നോക്കുമ്പം അതിലും വലിയൊരു സന്തോഷം, മനസ്സ് കിടന്ന് നല്ല തല്ലുന്നത് പോലൊരു സന്തോഷം. എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. സീ യു അഗെയിൻ. താങ്ക് യു.